പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ആ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അതിലൊന്നും നിങ്ങൾ കുടുങ്ങിപ്പോകരുത്, കുടുങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്ത്, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഇതിനെല്ലാം സാക്ഷിയുണ്ട് എന്ന്. നിങ്ങളുടെ മനസ്സ് ചെയ്യുന്ന മായകൾക്കെല്ലാം ഒരു മൂകസാക്ഷിയുണ്ട് എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ഞാൻ ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. ആ സെക്ഷനെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. ഓക്കെ, അത് ഇന്ന ആളായിരുന്നു, അതിപ്പോൾ ഇന്ന ആളാണ്. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, ഇന്നത് നല്ലതല്ലേ എന്നല്ല. പവറുള്ള എല്ലാം നല്ലതാണ്. ശക്തിയുള്ള സകലതും നല്ലതാണ്. എല്ലാം ഏഞ്ചൽസ് ആണ്, അല്ലെങ്കിൽ എല്ലാം നല്ല ബീയിങ്സ് ആണ്. അതിനെ അടിമപ്പെടുത്തി അതിനെ ആദമപ്രവർത്തികൾക്ക് ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇന്ന് ഡാർക്ക് വേൾഡിലുള്ളത് അല്ലെങ്കിൽ ഡാർക്ക് എനർജീസ് ആയിട്ടുള്ള സകല എണ്ണവും ഒരിക്കൽ നല്ല കാര്യത്തിന് വേണ്ടി ഉണ്ടായതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണ്. അതിനെ അടിമപ്പെടുത്തി ഭയപ്പെടുത്തി അധമപ്രവൃത്തിക്ക് ഉപയോഗിച്ച് തൂവലിന് കട്ടി കൂടി പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല പെണ്ണ് വേശ്യയായി എന്ന് പറഞ്ഞ പോലെ പിന്നെ അങ്ങോട്ട് തയ്യാറാവുകയാണ്. മനസ്സിലായോ? അപ്പോഴത്തേക്കും നൂറ്റാണ്ടുകളും ആയിരക്കണക്കിന് വർഷങ്ങളും കഴിയും. പിന്നെ ആരെങ്കിലും ഒരാൾ അതിനെ പൂട്ടിയിരിക്കുന്നത് സംഭവങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് വന്ന്, ഇനി മോചിപ്പിക്കുന്നവൻ നല്ല മനസ്സുള്ളവനും ആയിരിക്കണം. മനസ്സിലായോ? മോചിപ്പിക്കുന്നവൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നവനും ആയിരിക്കണം. അല്ലെങ്കിൽ എന്തുണ്ടാവുക, അടുത്ത നൂറ്റാണ്ടിൽ അവൻ കൊണ്ട് നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ റിവീലിംഗ് മറിയം. ഓക്കെ, മാതാവ്, പിതാവ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, പേര് പറഞ്ഞില്ലേ, ആ പേര് മതി. ഓക്കെ, ആ പേര് മതി. ആ പേര്, മതമൊന്നും കൂട്ടിക്കുഴക്കണ്ട നിങ്ങൾ. മേരി മറിയം. ഓക്കെ, മേരി എന്ന് പറയുന്നത് ഇച്ചിരി പെശകാണ്. അത് നീലയാണ്. മനസ്സിലായോ? അത് നീലിയാണ്. അത് നീലിയാണ്. അതും നല്ല എനർജിയാണ്. പക്ഷേ അതിനെ അടുത്ത ഇൻകാർണേഷനിൽ മോശമാക്കി. മനസ്സിലായോ? അടുത്ത ഇൻകാർണേഷനിൽ അതിനെ മോശമാക്കി ജനിപ്പിച്ച് മോശമാക്കി ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ.
എല്ലാം നിങ്ങളിപ്പോൾ ഈ പറയുന്ന ചാത്തന്മാരും അവർക്കും പവറുണ്ടെങ്കിൽ ഒരിക്കൽ അവർ നന്മയുടെ വക്താക്കളായിരുന്നു. ഓക്കെ, നന്മയുടെ വക്താക്കളായിരുന്നു. അതായത് അവർ നല്ല കുടുംബത്തിൽ ജനിച്ച നല്ല ജനുസിൽ ജനിച്ച ആളുകളായിരുന്നു. ഇപ്പം ഞാൻ പോയില്ലേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊച്ചിയിലായിരുന്നപ്പോൾ കുറേ ഗുണ്ടായുസത്തിലേക്ക് പോയിട്ടുണ്ട്. കുറേ ഗുണ്ടായുസത്തിൽ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പം നല്ല ജനുസിൽ ജനിച്ച സംഭവങ്ങളായിരുന്നു അതെല്ലാം. പക്ഷെ അതിനെ അടുത്ത ഇൻകാർണേഷനിൽ അതിനെ പ്ലാൻ ചെയ്ത് ജനിപ്പിച്ച് അതിനെ ദുരുപയോഗം ചെയ്യല്ല, വലിയ പാപമാണ് ചെയ്തത്. അതാണ് ഇന്ന്